പ്രിയപ്പെട്ടവരെ, ഹോർത്തൂസിൻ്റെ ഈ വേദിയിൽ ഇപ്പോൾ ഒരുപക്ഷെ ജീവിതവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പല തട്ടുകളിലൂടെ പല അനുഭവങ്ങളിലൂടെ കടന്നുപോയ 3 പേരാണ് നമുക്കൊപ്പം ഇരിക്കുന്നത്. ഉറപ്പായിട്ടും നമുക്കറിയാവുന്നതുപോലെ ഇവരെക്കുറിച്ചോ ഇവർ അടയാളപ്പെടുത്തിയിട്ടുള്ള ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളെക്കുറിച്ചിട്ടോ പറയേണ്ട അല്ലെങ്കിൽ മുഖവുരയായിട്ട് പറയേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. സത്യത്തിൽ ക്ലൈമാക്സ് ഇല്ലാത്ത ജീവിതം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നേരത്തെ അശ്വതിയോട് പറയുകയുണ്ടായി, ഒരുപക്ഷെ വലിയൊരു ധാരണയോടുകൂടിയല്ല സത്യത്തിൽ ഞാനിവിടെ ഇരിക്കുന്നത്. പക്ഷേ സംസാരിച്ചുണ്ടാവുന്നതാണ് നമ്മുടെ എല്ലാ ധാരണകളും. KGSൻ്റെ വളരെ പ്രശസ്തമായ ഒരു കവിതയിൽ, വാക്കിൻ്റെ അടിത്തട്ടുകൾ എന്നുള്ള ഒരു കവിതയിൽ പറയുന്നൊരു 4-5 വരികൾ ഓർമ്മിക്കുകയാണ്. ഓരോ വാക്കിൻ്റെയും അടിത്തട്ടിൽ ഓരോ പാത്രമുണ്ട്. താനേ തുറന്നടയുന്ന കണ്ണുപോലെ, ഉയർന്നു താഴുന്ന കടൽ പോലെ ഓരോ മാന്ത്രിക ചെപ്പ്. എണ്ണമറ്റ നിധികൾ അതിൽ നാം അടക്കം ചെയ്യുന്നു. ഒരുപക്ഷെ എഴുത്തിനെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും സർഗാത്മകമായ ഏത് കാര്യത്തെക്കുറിച്ചും നമുക്ക് തീർച്ചയായും പറയാവുന്നൊരു കാര്യം, നമ്മുടെ എല്ലാം അനുഭവങ്ങളുടെ അടിത്തട്ടിൽ വാക്കുകളുടെ ഒരു പാത്രമുണ്ട്. അതിൽ നാം നമ്മുടെ ജീവിതത്തെ പലതരത്തിൽ നിക്ഷേപിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇത്രയും മാത്രമാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. ഇവിടെ പ്രൊഫസർ TJ ജോസഫ് സാറിനെ കുറിച്ചോ അംബികാസുധൻ മാഷെക്കുറിച്ചോ അശ്വതി ശ്രീകാന്തിനെക്കുറിച്ചോ ഞാൻ ഒരു പരിചയപ്പെടുത്തലിൻ്റെ രീതിയിൽ സംസാരിക്കുന്നില്ല. അവരെ അറിയുന്ന ഒരു സദസ്സാണ് മുന്നിലിരിക്കുന്നത്. തീർച്ചയായും TJ ജോസഫ് സാറിൽ നിന്ന് ഇത് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. കാരണം അത്രയധികം വേദന നിറഞ്ഞ അനുഭവങ്ങളിലൂടെ, ഒരുപക്ഷേ നാം നമ്മുടെ വിദൂരമായ സ്വപ്നങ്ങളിൽ പോലും ഒരാൾക്ക് പോലും സംഭവിക്കാൻ പാടില്ലാത്ത, അങ്ങനെ ആർക്കും സംഭവിക്കരുതേ എന്ന് വിചാരിക്കുന്ന മതമൗലികവാദത്തിൻ്റെ ഇരയാക്കപ്പെട്ട ഒരു മനുഷ്യൻ ആണ്, അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരു രക്തസാക്ഷിയാണ് പ്രൊഫസർ TJ ജോസഫ്. കുറേ കൂടി ആധുനികവും മതനിരപേക്ഷവുമായ മൂല്യങ്ങളെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഇപ്പോഴും നമുക്കിടയിൽ ജീവിക്കുന്നു, സംസാരിക്കുന്നു. മതനിരപേക്ഷ മൂല്യങ്ങളെക്കുറിച്ച് അദ്ദേഹം നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഈ നീഷെ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു ആത്യന്തികമായി ഒരു മനുഷ്യൻ അനുഭവിക്കുന്നത് അവരവരെ തന്നെയാണ്. ഒരുപക്ഷെ അദ്ദേഹം ഏറ്റവും അനുഭവിച്ചത് തൻ്റെ ഏകാന്തമായ ഈ മുറിവുകളെയും വേദനകളെയും ആണ് എന്നുള്ളത് ഉറപ്പാണ്. അപ്പം ജോസഫ് മാഷിൽ നിന്ന് ഇത് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഇവിടെയുള്ളവർക്കെല്ലാം ഈ ഒരു സെഷനെ കുറിച്ചിട്ടുള്ള സമയബോധമുണ്ട് എന്ന് അറിയാം. എപ്പോഴും നമ്മൾ നടന്ന കഴിഞ്ഞ ഒരു സംഭവത്തെക്കുറിച്ചിട്ടാണ് മാഷോട് ചോദിക്കുക. ആ ഒരു സംഭവത്തെക്കുറിച്ച് അദ്ദേഹം ആ വേദനകളിലൂടെ കടന്നുപോയ നിമിഷങ്ങളെക്കുറിച്ച് അദ്ദേഹം ആത്മകഥയിൽ എഴുതി. അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഒരുപാട് വായിക്കപ്പെട്ടു. ഈ അജൻബ്രം എന്ന് പറയുന്ന ബുദ്ധ സന്യാസി പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ വേദനിക്കുന്നൊരു കാര്യം നിരന്തരമായി ഒരാളോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പം അദ്ദേഹത്തെ ആ ഓർമ്മകളിൽ നിന്ന് നമ്മൾ പുറത്തു കടക്കാൻ സഹായിക്കുന്നില്ല. വീണ്ടും വീണ്ടും അദ്ദേഹം ആ ഓർമ്മകളിൽ തന്നെ നാം അദ്ദേഹത്തെ നിർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് വ്യത്യസ്തമായിട്ട് ഉള്ളൊരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. മാഷിപ്പോൾ അന്നത്തെ ആ ഒരു സംഭവത്തിന് ശേഷം പൊതുജീവിതത്തിലേക്കും ഇങ്ങനെയുള്ള ഈ സംഭാഷണങ്ങളുടെയും അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് തുറസ്സുകളിലേക്ക് തിരിച്ച് കടന്നു വന്നു. അപ്പോൾ ഇന്ന് ഈ അനുഭൂതികളുടേതായ ഒരു ലോകത്തെ, അല്ലെങ്കിൽ തമാശകൾ, സോഷ്യൽ മീഡിയകളിലുള്ള റീലുകൾ, പാട്ടുകൾ, സംഗീതം, ദൈനംദിനമായി നമ്മിലേക്ക് കടന്നു വരുന്ന ഒരുപാട് തമാശകളുടേതായൊരു ലോകമുണ്ട്. അപ്പോൾ വല്ലാത്തൊരു വിഭ്രമിപ്പിക്കുന്ന വേദനകളിൽ നിന്ന് കടന്നു വന്ന ഒരാൾ ഈ പുതിയ കാലത്തിൻ്റെ
അനുഭൂതികളുടെ ഒരു ലോകത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു അനുഭൂതിയുടെ ലോകത്ത് തന്നെയാണ്. 1981 ഈ പാർക്കിൻ്റെ എതിർവശത്തുള്ള മഹാരാജാസ് കോളേജിൽ ഞാൻ MA മലയാളം വിദ്യാർത്ഥിയായിട്ട് വരികയുണ്ടായി. മലകളുടെയൊക്കെ നാട്ടിൽ നിന്ന് അവിടെയൊക്കെ ജനിച്ചു വളർന്ന് ഇവിടെ വന്ന് കണ്ടപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ കൊച്ചി കായലാണ്. എല്ലാ ദിവസവും വൈകുന്നേരം ഈ പാർക്കിൽ, അന്ന് ഇവിടുത്തെ ഈ മരങ്ങളൊക്കെ കൊച്ചു ചെടികളായിരുന്നു, 2-3 വയസ്സ് മാത്രം പ്രായമുള്ള ചെറിയ ചെടികൾ. ഈ പാർക്കിൽ വന്ന് കുറേ സമയം ഇരിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ കുറേ കാലത്തേക്ക് എല്ലാ സന്ധ്യകളിലുമുള്ള പരിപാടി. ഇപ്പോൾ ആ മരങ്ങളൊക്കെ വളർന്ന് വലുതായി, അതുപോലെ ഞാനും വളർന്ന് വാർദ്ധക്യത്തിലെത്തി ജീവിതം ഇപ്പോഴും ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു നല്ല ഭാഗം അനുഭൂതികളുടെ ലോകത്തൂടെ. അങ്ങനെ അനുഭൂതികളെന്ന് പറയുമ്പോൾ അതിൽ സന്തോഷത്തിൻ്റേതുണ്ട്, വേദനയുടേതുണ്ട്, ദുഃഖങ്ങളുടേതുണ്ട്. അങ്ങനെ പലതരം അനുഭൂതികളിലൂടെ ജീവിതം എന്നെ സംബന്ധിച്ചും ഈ പറയുന്ന എല്ലാവിധ അനുഭൂതികളുടെയും ഒരു ആകത്തുകയായിട്ടാണ് ഞാൻ ചെറുപ്പം മുതലേ മനസ്സിലാക്കിയത്. അതിനെന്നെ പ്രാപ്തനാക്കിയത് എൻ്റെ വായനയാണ്, സാഹിത്യത്തോടുള്ള എൻ്റെ കമ്പമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹിത്യബോധം അല്ലെങ്കിൽ സാഹിത്യ അഭിരുചി ചെറുപ്പത്തിലെ എന്നിലുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ആളുകളുടെ ജീവിതങ്ങളൊക്കെ ധാരാളമായിട്ട് വായിച്ചു തീർത്തു. അപ്പോൾ എൻ്റെ ഒരു ജീവിതമല്ല ഞാൻ ഈ കാലമത്രയും ജീവിച്ചു തീർത്തത്. അനേകം മനുഷ്യരുടെ, വിവിധ രാജ്യത്ത് താമസിക്കുന്നവരുടെ, വിവിധ കാലത്ത് ജീവിച്ചിരുന്നവരുടെയൊക്കെ ജീവിതം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അനുഭവങ്ങളുടെ ഒരു അനുഭൂതിയിലാണ് ഇപ്പോഴും ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ എൻ്റെ വേദനകളൊക്കെ മറ്റു മനുഷ്യരുടെയൊക്കെ വേദനയുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ, എൻ്റെ ജീവിതത്തിലെ ദുരിതാനുഭവങ്ങൾ മറ്റുള്ളവരുടെ ദുരിതങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ ഒന്നുമല്ല. എന്നേക്കാൾ എത്രയോ ദുരിതങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർ ഈ ലോകത്തുണ്ട്. അപ്പോൾ അങ്ങനെ ജീവിക്കുമ്പോഴും, ജീവിതം എന്ന് പറയുന്നത് പിന്നെ ദുരിതങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്, പ്രതിസന്ധികളുടെയാണ്. ധാരാളം സംഘട്ടനം, ഈ ക്ലൈമാക്സ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു പരിസമാപ്തിയായിട്ടാണ് ഞങ്ങൾ നാടകത്തിലൊക്കെ പറയാറുള്ളത്. അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു ആകത്തുകയെന്ന് പറയുന്നത് പ്രതിസന്ധികളാണ്. നമ്മുടെ ഏത് ഇതിഹാസങ്ങൾ നോക്കിയാലും അതിലുള്ള ആളുകളൊക്കെ എത്ര വീരന്മാരാണെങ്കിലും സമർത്ഥന്മാരാണെങ്കിലും സകലകലാ വല്ലഭന്മാരാണെങ്കിലും അവരുടെ ജീവിതം എപ്പോഴും സന്തോഷഭരിതമായിട്ടല്ല നാം വായിക്കുന്നത്. രാമായണത്തിലെ രാമനൊക്കെ ഉത്തമ പുരുഷനായിട്ട് അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇനിയും ഈ ജീവിതം തുടരാനാവില്ല എന്ന് വിചാരിച്ചിട്ട് സരയൂ പ്രവേശം ചെയ്തിട്ട് ജീവൻ അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മഹാഭാരതത്തിൽ എത്രയോ കഥാപാത്രങ്ങൾ, സമർത്ഥരായിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്. അവരൊക്കെ അത്രയും വീരശൂര പരാക്രമികളായിട്ടും അവർക്ക് ആർക്കും സ്വസ്ഥതയില്ല എന്നുള്ളതാണ് ജീവിതത്തിൽ. അപ്പോൾ മനീഷികൾ അവരുടെ ഇതിഹാസങ്ങളിലൂടെയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യജീവിതം എന്ന് പറയുന്നത് അങ്ങനെ സന്തോഷം മാത്രം വന്ന് ഭവിക്കുന്ന ഒരു ജീവിതമല്ല. ധാരാളം ദുഃഖങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഇടയ്ക്ക് വല്ലപ്പോഴും ഉദിക്കുന്ന നിലാവ് പോലെയാണ് നമുക്ക് സന്തോഷാനുഭവങ്ങളുള്ളത്. ആ സന്തോഷാനുഭവങ്ങളെ നമ്മൾ ആവോളം ആസ്വദിക്കുക. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ദുരിതാനുഭവങ്ങളും അത് അനുഭവിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ വേദനകളൊക്കെ നമ്മൾക്കുള്ളത്. പക്ഷേ കഴിഞ്ഞ ദുരിതങ്ങളും വേദനകളുമൊക്കെ വീണ്ടും ഓർത്ത് എടുക്കുമ്പോൾ നമുക്കതിൻ്റെ അകത്തൊരു രസനീയത കണ്ടെത്താൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം ഇങ്ങനെ ക്ലൈമാക്സ് ഇല്ലാതെ അനുസ്യൂതം മുന്നോട്ട് പോകും എന്നുള്ളതാണ് എൻ്റെ അനുഭവം. അങ്ങനെയുള്ളൊരു ജീവിതത്തിലൂടെയാണ്, അങ്ങനെയുള്ള ഒരു ചിന്താ പദ്ധതിയിലൂടെയാണ് ഞാൻ ജീവിതത്തെ മുഴുവനും നോക്കിക്കാണുന്നത്. ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ജീവിക്കാനുള്ളതാണ്. അതായത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാതെ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്ത് അങ്ങനെ നമ്മുടെ ജീവിതം സുന്ദര സുരഭിലമാക്കുക എന്നുള്ളതാണ് നാം സ്വീകരിക്കേണ്ടുന്നൊരു, ജീവിതത്തെ സംബന്ധിക്കുന്നൊരു ദർശനം. അതല്ലാതെ മറ്റ് അന്ധവിശ്വാസങ്ങൾക്കും നൂറ്റാണ്ട് കാലങ്ങൾ പഴക്കമുള്ള വിശ്വാസ സംഹിതകൾക്കുമൊക്കെ വേണ്ടിയിട്ട് ജീവിതം ബലിയാടാക്കുന്നവരോടൊക്കെ നമുക്ക് സഹതാപമാണുള്ളത്. നാം ഈ ഭൂമിയിൽ പിറന്നത് സുന്ദരമായിട്ട് ജീവിക്കാനാണ്. ദുഃഖങ്ങളൊക്കെ വരും, അതിനെയൊക്കെ അതിജീവിച്ച് സന്തോഷ നിമിഷങ്ങളെ അനുഭൂതിയാക്കി മാറ്റി, ദുഃഖാനുഭവങ്ങളെ പോലും തമാശയാക്കി മാറ്റി, അങ്ങനെ ജീവിതം മുഴുവനും
അനുഭൂതി നിറഞ്ഞ ഒരു മനസ്സുമായിട്ട് നാം മുന്നോട്ട് പോയാൽ നമുക്ക് ക്ലൈമാക്സ് ഇല്ലാതെ, അതായത് നിരാശയില്ലാതെ നമ്മുടെ ജീവിതം ഇങ്ങനെ മരിക്കുവോളം, നമ്മുടെ യാത്ര അവസാനിക്കുവോളം തുടർന്ന് പോകാവുന്നതാണ്. നമുക്ക് മുമ്പിലുള്ളത് നമ്മുടെ ഒരു ജീവിതമാണ്. ആ ജീവിതം നാം ഏറ്റവും ആനന്ദതുന്ദിലമാക്കുക. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്കൊരു ക്ലേശമുണ്ടാക്കാതെ അവരുടെ ജീവിതത്തിനും എന്തെങ്കിലും ആനന്ദം പ്രദാനം ചെയ്യാൻ പറ്റുമെങ്കിൽ ആ വഴിയിൽ സഞ്ചരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളൊരു ജീവിത ദർശനം. അങ്ങനെയുള്ളതുകൊണ്ടാണ് പലപ്പോഴും എനിക്ക് എൻ്റെ ദുരിതാനുഭവങ്ങളിലൊക്കെ എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. പലപ്പോഴും ഞാൻ അവയൊക്കെ ഒരു തമാശയായി കണ്ട്, വേദനകളെപ്പോലും തമാശയായി കണ്ട് ആസ്വദിച്ചിട്ടാണ് അതിനെയൊക്കെ ഞാൻ തരണം ചെയ്തത്. അതുകൊണ്ട് എനിക്ക് എന്നോട് ചോദിച്ചാൽ പോലും ഒരിക്കലും എൻ്റെ മനസ്സിനെ ഒന്നും അത് മുറിപ്പെടുത്തുന്നില്ല. അതൊക്കെ ഒരു ആ വേദനകളും ഒക്കെ ഒരു അനുഭൂതിയായിട്ട് തന്നെ, ഒരു ജീവിതാനുഭവമായിട്ട് തന്നെ കണ്ട് അതിനെ ആ രീതിയിൽ മനസ്സിൽ ഏറ്റിക്കൊണ്ട് നടക്കുന്നതിലൊന്നും എനിക്കൊരു വിരോധവുമില്ല. പ്രത്യേകിച്ച് ഈ കാലത്ത്, എൻ്റെയൊക്കെ കാലത്ത് പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും ഒക്കെ ഉള്ള ഒരു ദുരിതങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ കാലത്ത് ആ ദുരിതങ്ങളില്ല. എങ്കിലും ഈ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അതുപോലെ അനാചാരങ്ങളിൽ നിന്നുമൊക്കെ മോചിതരാകുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ സമൂഹത്തിൽ ജീവിതത്തിൽ ഇങ്ങനെ പഴയ വിശ്വാസത്തിൻ്റെ പാണ്ഡങ്ങളും പേറി മറ്റുള്ളവർക്ക് ശല്യമായി, ലോകത്തിന് തന്നെ ഒരു തിന്മയായിട്ട്, നാശമായിട്ട് ജീവിക്കുന്നവരെ നാം കാണുന്നുണ്ട്. അവരുടെ ഒരു മോചനമാണ് നാം ലക്ഷ്യം വെക്കേണ്ടത്. ഇങ്ങനെയുള്ള സാഹിത്യ സംവാദങ്ങളും കൂട്ടായ്മകളും സാഹിത്യോത്സവങ്ങളും അതിന് ഇടവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതായത് സാഹിത്യവും മറ്റു കലകളുമൊക്കെ നമ്മുടെ ഭാവനയെ വളർത്തുകയാണ്. ഭാവന വളരുമ്പോഴാണ് നമുക്ക് നല്ല മനുഷ്യരാകാൻ പറ്റുന്നത്. അപ്പോഴാണ് അന്യനെ നമുക്ക് സഹോദരനായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പം മതദ്വേഷമില്ലാതെ, ജാതിവർഗ വിഭിന്നതയില്ലാതെ എല്ലാ മനുഷ്യരെയും തുല്യമായിട്ട് കാണാനുള്ള ഒരു പൗര അവബോധം നമുക്കുണ്ടാക്കാൻ ഇതുപോലുള്ള സാഹിത്യ സദസ്സുകൾ പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായും വളരെ പ്രചോദിപ്പിക്കുന്ന വാക്കുകളാണ് അദ്ദേഹം നമ്മോട്, ഇത്രയധികം വേദനകൾ അനുഭവിച്ച ഒരാൾ നമ്മോട് പറയുന്നത്. നമുക്കിവിടെ ഇരിക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ട അംബികാസുധൻ മാഷാണ്. ഇദ്ദേഹം മതം നമുക്കുണ്ടാക്കുന്ന, അല്ലെങ്കിൽ വേറൊരു തരത്തിൽ മതമൗലികവാദം എന്ന് പറയുന്ന ഒരു സംഭവത്തെ പ്രത്യേകിച്ചിട്ട് നമ്മൾ അതിൽ മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അതുണ്ടാക്കുന്ന കെടുതികളെ കുറിച്ചിട്ടാണ് പറഞ്ഞതെങ്കിൽ, ഈ പാരിസ്ഥിതികമായി മനുഷ്യർ ഉണ്ടാക്കിയ, അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ മനുഷ്യരിലുണ്ടാക്കിയ വേദനകളുടെയും ഏകാന്തതകളുടെയും മുറിപ്പാടുകളുടെയും നിസ്സഹായതയുടെയും ഒരു ലോകം മലയാളത്തിന് മുമ്പിൽ, കേരളത്തിന് മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ അടയാളപ്പെടുത്തിയ എഴുത്തുകാരനാണ് അംബികാസുധൻ മാങ്ങാട്. അദ്ദേഹം എൻഡോസൾഫാനെക്കുറിച്ച് പറയുക എന്ന് മാത്രമല്ല, എൻമകജയെക്കുറിച്ച് പറയുക എന്ന് മാത്രമല്ല, ദുഃഖിതരായ, ഒറ്റപ്പെട്ടുപോയ മനുഷ്യരെക്കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ എഴുതിയ അംബികാസുധൻ മാഷിനെ ഒരു പക്ഷേ ഇതിൻ്റെ വേറൊരു സംഭവം, അതിൻ്റെ പാരിസ്ഥിതികമായ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നമ്മളോട് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ അത്ഭുതകരമായ ക്ലൈമാക്സുകളാണ് നാം കഥയിലും നോവലിലും സിനിമയിലുമൊക്കെ കണ്ട് അമ്പരന്ന് ഇരുന്നു പോയിട്ടുള്ളത്. പക്ഷെ പലപ്പോഴും ജീവിതത്തിൻ്റെ ക്ലൈമാക്സുകൾ ഭാവനയുടെ ക്ലൈമാക്സുകളെക്കാളും അതിഭയങ്കരങ്ങളായിട്ട് പലപ്പോഴും കണ്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഇന്നിവിടെ പ്രകാശിപ്പിച്ച ഭൂമിയുടെ പൊക്കൾ എന്ന പുസ്തകത്തിൽ പറയുന്ന ഒരു അനുഭവം ആണ് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത്. അവിടെ എൻമകജ ഗ്രാമത്തിൽ ഒരു തവണ പോയ സമയത്ത് 10-20 കൊല്ലം മുമ്പാണ്. അവിടെ ഡോക്ടർ YS മോഹൻകുമാറിൻ്റെ ക്ലിനിക്കിൽ അദ്ദേഹം ഇപ്പോഴും അവിടെ ക്ലിനിക്ക് നടത്തുന്നുണ്ട്. അങ്ങനെ പോയ സമയത്ത് അവിടെ ഒരമ്മയും കുഞ്ഞും വന്നു, ചെറുപ്പക്കാരിയാണ്. ആ കുഞ്ഞിനെ 1-ാം ക്ലാസ്സിൽ ചേർത്തതിൻ്റെ ആനന്ദം പങ്കിടാനാണ് ഡോക്ടറുടെ അടുത്ത് അവർ വന്നിരിക്കുന്നത്. ഇപ്പം എൻ്റെ പിന്നിലാണ് അവർ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് എനിക്കവരെ കണ്ടുകൂടാ. പക്ഷേ ആ സംഭാഷണം മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് വലിയ അത്ഭുതം, ആശ്ചര്യമുണ്ടായിട്ട് ഞാൻ എഴുന്നേറ്റ് മാറി നിന്ന് ഈ അമ്മയെ കണ്ടപ്പോൾ, ഈ അമ്മയുടെ കുഞ്ഞിനെ കണ്ടപ്പോൾ, ആ കുഞ്ഞിനെ കണ്ടാൽ 1 വയസ്സൊക്കെ തോന്നിക്കുള്ളൂ. 1-ാം ക്ലാസ്സിൽ ചേർക്കേണ്ട
പ്രായമൊന്നും കാഴ്ചയിലില്ല, പക്ഷേ ആ പ്രായമായിട്ടുണ്ട്. അമ്മ മടിയിലിരുത്തണം സ്കൂളിൽ പോയിട്ട്, അതിൻ്റെ ആനന്ദം പങ്കിടുകയാണ്. പക്ഷേ ഞാൻ ഞെട്ടിപ്പോയത് ഒരു കഥയിലും ഒരു നോവലിലും വായിക്കാത്തൊരു ദൃശ്യം കണ്ടിട്ടാണ്. ഈ അമ്മയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് ഒരു മനുഷ്യൻ്റെ കുഞ്ഞാണ് എന്ന് എനിക്ക് തോന്നിയതേയില്ല. ഒരു കുരങ്ങൻ്റെ ശരീരവും ശരീരചേഷ്ടകളും ബോഡി ലാംഗ്വേജുമായിരുന്നു ആ കുട്ടിക്കുണ്ടായിരുന്നത്. വാല് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. അപ്പോൾ അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഈ ദൃശ്യം നോവലിലും അങ്ങനെ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്, ഡോക്ടർ ഇത് കണ്ടിട്ട്, ഈ കുഞ്ഞിനെ കണ്ടിട്ട് ഒരു മനുഷ്യൻ്റെ ശിശുവാണ് എന്ന് തോന്നുന്നില്ലല്ലോ. അന്നേരം ഡോക്ടറിനോട് പറഞ്ഞത്, മാഷേ, ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ ശരിക്കും കുരങ്ങൻ്റെ കുഞ്ഞ് തന്നെയായിരുന്നു, ഇപ്പോഴും മനുഷ്യൻ്റെ കുഞ്ഞാണ് എന്ന് തോന്നും. ശരിക്കും ഞാൻ അന്ന് അമ്പരന്ന് പോയത്, ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പരിണാമ സിദ്ധാന്തം മനസ്സിലാക്കുന്ന നമുക്കറിയാം, മനുഷ്യൻ രൂപപ്പെട്ടതിൻ്റെ ശാസ്ത്രം പഠിക്കുന്ന നമ്മൾ പെട്ടെന്ന് ഒരാഘാതം പോലെ ഒരു രാസകീടനാശിനി മനുഷ്യനെ ഈ പരിണാമ സിദ്ധാന്തങ്ങളുടെ ലക്ഷക്കണക്കിന് വർഷങ്ങളെ അട്ടിമറിക്കുകയും ഒറ്റ നിമിഷത്തിൽ മനുഷ്യനെ വീണ്ടും കുരങ്ങനാക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു വല്ലാത്ത, ഈ ഡോക്ടറെ ഞാൻ എത്രയോ തവണ സന്ദർശിച്ചപ്പോൾ സമയത്ത് ഒരു തവണ മാത്രമാണ് ഈ ഡോക്ടർ എന്നോട് പൊട്ടിക്കരഞ്ഞത്. എൻ്റെ മുമ്പിലിരുന്ന് അദ്ദേഹം പൊട്ടിക്കരയുകയാണ്. അത് 3-4 വയസ്സായ പെൺകുട്ടികളെ അമ്മമാർ കൊണ്ടുവന്നിട്ട്, ആ കാലത്താണ്, കൊണ്ടുവന്നിട്ട് ഡോക്ടറെ അടുത്ത് പറയും, മാഷേ ചോര വരുന്നുണ്ട്, മൂത്രമൊഴിക്കുന്ന ഭാഗത്തൂടെ ചോര വരുന്നുണ്ട്, പീരീഡ്സ് ആവുകയാണ്, ഹോർമോണിൻ്റെ സമനിലയൊക്കെ തെറ്റിയിട്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പീരീഡ്സ് വരുമ്പോൾ അന്നേരം ഡോക്ടറിനോട് പറയാണ്, മാഷേ ഞാൻ എന്താ അമ്മയോട് പറയേണ്ടത്, എനിക്കെന്താ പറയാൻ കഴിയുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ മുമ്പിലിരുന്നിട്ട്, മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ നിന്നും 1ാം റാങ്കോട് കൂടെ പാസ്സായി വന്നിട്ട് വലിയ വലിയ ആശുപത്രികളുടെ ഓഫറുകളൊക്കെ നിഷേധിച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം ഇപ്പോഴും എൻമകജ ഗ്രാമത്തിൽ ഒരു ഓടിട്ട കെട്ടിടത്തിൽ, കുഞ്ഞു കെട്ടിടത്തിൽ ഇപ്പോഴും അദ്ദേഹം ആ ഗ്രാമവാസികൾക്ക് വേണ്ടിയിട്ട് ഇന്നും ഡോക്ടറായിട്ട് നിൽക്കുന്ന അദ്ദേഹം എൻ്റെ മുമ്പിലിരുന്നിട്ട് പൊട്ടിക്കരയുകയാണ്. നമുക്ക് ഇത് ഫിക്ഷനിൽ എഴുതിയാൽ ഭാവന കൊണ്ടാണ്, ഇത് ഭാവനയാണ് എന്ന് വായനക്കാരൊക്കെ ചിരിച്ച് തള്ളും, ഇതൊക്കെ ഭാവനയാണ് എന്ന് പറയും. അപ്പം അങ്ങനെ എൻമകജ നോവലിലും പല ലേഖനങ്ങളിലും കുറിപ്പുകളിലും ഞാൻ എഴുതിയിട്ടുള്ള ഒരുപാട് കുട്ടികൾ, ഇപ്പോൾ നേരത്തെ ജീവിതത്തിൻ്റെ ആനന്ദത്തെ കുറിച്ച് പറഞ്ഞല്ലോ, ആനന്ദം എന്നുള്ള ഇതിൻ്റെ അർത്ഥം അറിയാതെ ജീവിതത്തിൽ കവിത എന്നൊരു പെൺകുട്ടിയുടെ ചിത്രം, മധുരാജ് എടുത്ത ചിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നാവ് പുറത്തേക്ക് നീണ്ടുപോയ കുട്ടി. ആ കുട്ടി മരണപ്പെട്ട സമയത്ത് ആ കുട്ടിയുടെ വീട്ടിലേക്ക് ഞാൻ പോയ സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഒരു ഫിക്ഷനിലും എഴുതാൻ പറ്റാത്ത തരത്തിൽ വേദനാജനകമാണ്. അത് എഴുതാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട്, ഈ നാവ് പുറത്തേക്ക് നീണ്ടുപോയ ഈ കുട്ടിക്ക് ജീവിതത്തിൻ്റെ മധുരം എന്താണ് എന്നുള്ളത് ഒരു തവണ പോലും, പഞ്ചസാര അല്ലെങ്കിൽ മിഠായിയുടെ മധുരം എന്താണ് എന്നുള്ളത് ഒരു തവണ പോലും രുചിച്ച് നോക്കാൻ പറ്റാത്ത, 23 കൊല്ലം ജീവിച്ചിട്ടും സ്കൂളിൻ്റെ പടിവാതിൽ സ്വപ്നം കാണാൻ പറ്റാതെ പോയ, ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റാതെ പോയ, അമ്മയെന്ന് ഒരു തവണ പോലും വിളിക്കാൻ പറ്റാതെ പോയ, ഇപ്പോഴും 33 വയസ്സായ ഒരു ഉദ്ദേശ് കുമാറിനെ അമ്മ ഇപ്പോഴും മടിയിൽ വെച്ചിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം. അതുപോലെ എത്രയോ കുഞ്ഞുങ്ങൾ, ശീലാപതി എന്ന 35-37 വയസ്സായ കുട്ടി ഇപ്പോഴാണ്, തലമാത്രം വളരുന്ന കുട്ടി അടുത്താണ് മരണപ്പെട്ടു പോയത്. അതൊക്കെ ലോക്കൽ പേജുകളിലെ വാർത്തയാണ്. നിങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് ഇതൊന്നും വായിക്കാൻ പറ്റില്ല. ലോക്കൽ പേജുകളിൽ മാത്രം വരുന്ന വാർത്തകളായിട്ടിപ്പോൾ അതൊക്കെ മാറി തീർന്നിട്ടുണ്ട്. അങ്ങനെയുള്ള എത്രയോ, സ്വരൂപിനെ ഞാൻ കാണാൻ പോയ സമയത്ത് സ്വരൂപിന് 21 വയസ്സായിരുന്നു, ഒരു വയസ്സിൻ്റെ വലിപ്പം പോലുമില്ല, വസ്ത്രം ധരിക്കാറില്ല, MA പഠിക്കേണ്ട പ്രായമാണ് എന്ന് കുട്ടിക്കറിയില്ലല്ലോ. പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും, പക്ഷെ അപ്പോൾ താഴെ വീഴും. 21ാമത്തെ വയസ്സിൽ ആ കുട്ടി മരണപ്പെട്ട സമയത്ത് വീണ്ടും ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ പോയി കാണുന്നുണ്ട്. അമ്മയെ കാണാൻ പറ്റാത്തതുകൊണ്ട് ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് ആ വീട്ടിൽ പോയ സമയത്ത് അമ്മ ഓടി എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ബെഞ്ചിലിരുന്നിട്ട് എന്നോട് പറഞ്ഞത്, മാഷേ ഞാൻ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത അമ്മയാണ്, നിങ്ങൾക്കിതൊരിക്കലും ഒരു ഫിക്ഷനിൽ വായിക്കാൻ പറ്റില്ല, ഒരു സിനിമയിലും നിങ്ങൾക്കിത് കാണാൻ പറ്റില്ല. അമ്മ എന്നോട് പറഞ്ഞത് ഞാൻ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത അമ്മയാണ്. ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ പറയുന്നത്? അന്നേരം അവർ പറഞ്ഞു, മാഷേ എനിക്ക് 21 കൊല്ലം എൻ്റെ കുഞ്ഞിനെ മടിയിൽ കിട്ടി, മടിയിലിരിക്കാനേ പറ്റുള്ളൂ, എണീറ്റ് ഓടിപ്പോവില്ല. 2-3 വയസ്സാകുമ്പോൾ കുട്ടികൾ എണീറ്റ് ഓടിപ്പോവും. ഈ കുട്ടി 21 കൊല്ലം എൻ്റെ മടിയിലിരുന്നു. ലോകത്തിലൊരമ്മയ്ക്കും കിട്ടാത്ത ഭാഗ്യമാണ്. നമുക്ക് ഫിക്ഷനിൽ ഇതൊന്നും എഴുതാൻ പറ്റില്ല. അല്ലെങ്കിൽ നോവലിൽ നമ്മൾ എഴുതി കഴിഞ്ഞതൊക്കെ ഭാവന മാത്രമാണ് എന്ന് തള്ളിക്കളയും, വായനക്കാർ തള്ളിക്കളയും. എന്നിട്ട് ഈ അമ്മ പറയാണ്, മാഷേ എനിക്ക് വലിയ സങ്കടമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ?
അന്നേരം അവരെന്നോട് പറഞ്ഞു, അവൻ്റെ തൊണ്ട തുറന്നിട്ടില്ല, ഒരു സൂചിയുടെ ദ്വാരം മാത്രമേ ഉള്ളൂ, ഒരു സ്പൂണ് വെള്ളമാണ് ഒരു ദിവസത്തെ ഭക്ഷണം. അപ്പം അങ്ങനെ ആ കുഞ്ഞ് മരണപ്പെട്ട സമയത്ത് ഈ അമ്മ പറയുന്നത് എനിക്കൊരു വലിയ സങ്കടമുണ്ടായിരുന്നു. ഒരാഴ്ചയായിട്ട് അവൻ പോലെ ഒരു ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു, ഒരു തവണയെങ്കിലും എനിക്ക് അവൻ അമ്മേ എന്ന് വിളിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം 21 കൊല്ലം ഞാൻ പോറ്റി 21 കൊല്ലം മടിയിൽ വെച്ചൊരു കുഞ്ഞ് എന്നെ അമ്മയെന്ന് വിളിക്കാൻ ഒരു തവണയെങ്കിലും വിളിക്കുന്നത് കേൾക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടാവണം, അതിന് ഞാൻ അർഹയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് എനിക്കതിന് ഭാഗ്യം കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് അവരെൻ്റെ മുമ്പിലിരുന്നിട്ട് ഉറക്കെ നിലവിളിക്കുകയാണ്. നമുക്കതൊരു റിമോട്ട് കൊണ്ട് ചാനൽ ഉടനെ മാറ്റാം, പക്ഷേ യഥാർത്ഥ ജീവിതത്തിൻ്റെ മുമ്പിൽ നിന്ന് നമുക്ക് ചാനൽ മാറ്റാൻ ദൈവം നമുക്കൊരു റിമോട്ട് തന്നിട്ടില്ല. അപ്പോൾ അത്തരം അനുഭവങ്ങളുടെ 1 2 അല്ല, 100 കണക്കിന് അനുഭവങ്ങളിലൂടെ, ഒരുപക്ഷെ എൻമകജെ നോവൽ എഴുതിയതിന് ശേഷമാണ് അതിനേക്കാളും 100 ഇരട്ടി വേദനിപ്പിക്കുന്ന 100 കണക്കിന് അനുഭവങ്ങളിലൂടെ എൻമകജെ നോവലിലുള്ള കുഞ്ഞുങ്ങളെ കഥാപാത്രങ്ങൾ എന്ന് വിളിച്ചുകൂടാ അവരെ. ആ കുഞ്ഞുങ്ങളൊക്കെ മരണപ്പെടുന്ന സമയത്ത് പോയി കാണേണ്ടി വന്ന നിർഭാഗ്യമുള്ള എഴുത്തുകാരനാണ് ഞാൻ. ലോകത്തിലൊരു എഴുത്തുകാരനും അങ്ങനെ ഒരു നിർഭാഗ്യമുണ്ടായിട്ടില്ല. സ്വന്തം കുഞ്ഞുങ്ങളെ പോയി കാണേണ്ടി വരുന്ന, മരണപ്പെട്ട സമയത്ത് പോയി കാണേണ്ടി വരുന്ന എത്രയോ കുഞ്ഞുങ്ങളെ, അതിൽ വരുന്ന മുഴുവൻ കുഞ്ഞുങ്ങളെ, ഏതാണ്ട് 2-3 കുഞ്ഞുങ്ങളെ ഇപ്പോൾ ബാക്കിയുള്ളൂ. അപ്പം അങ്ങനെ ജീവിതത്തിൻ്റെ ക്ലൈമാക്സ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് സാഹിത്യത്തിലാണെന്ന് കരുതുന്നവർക്ക് തെറ്റി എന്ന് പറയാനാണ്. മറിച്ച് ജീവിതം അതിൻ്റെ എത്രയോ 10 മടങ്ങിൽ അതിൻ്റെ കരാളമായ നൃശംസതകളോട് കൂടിയിട്ട് ഭണം വിരിച്ചുകൊണ്ട് നമ്മെ നോക്കി ചിരിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യത്തെ അവതരിപ്പിക്കുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇവിടെ അംബികാസുധൻ മാഷ് പറഞ്ഞതിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഓർക്കുമ്പോൾ നമുക്കിവിടെ ഇരിക്കാൻ കഴിഞ്ഞ എത്ര വലിയ ഭാഗ്യമാണ് എന്ന് സ്വയം തോന്നിപ്പോകും. അദ്ദേഹം പറഞ്ഞതിൽ ഈ മധുരം കഴിക്കാൻ കഴിയാത്ത, മിഠായിയുടെ മധുരം അറിയാത്ത കുട്ടികളെ കുറിച്ചിട്ട് പറയുകയുണ്ടായി. നമ്മുടെ അശ്വതിയുടെ ഒരു പുസ്തകത്തിൻ്റെ ഓർമ്മകളുടെ പേര് ഠ ഇല്ലാത്ത മിഠായികൾ എന്നുള്ളതാണ്. അശ്വതിയോട് ഞാനതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നമ്മുടെ ഈ മിഠായി എന്നൊക്കെ പറയാൻ പഠിക്കുന്ന ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ നിഷ്കളങ്കമായ ബാല്യം അങ്ങ് കഴിഞ്ഞു പോയിട്ടുണ്ടാകും എന്ന് പറയുന്നുണ്ട്. അശ്വതി വേറൊരു തരത്തിൽ വളരെ സ്പാർക്കിംഗ് ആയിട്ട് നമ്മുടെ പുതിയ കാലത്ത് സോഷ്യൽ മീഡിയകളിലൂടെ നമ്മോട് സംവദിക്കുന്ന ആളാണ്. ഇവിടെ 2 പുരുഷന്മാരാണ് ഇരിക്കുന്നത്. ഒരു പക്ഷേ ഈ ലോകം ഇത്രമേൽ മോശമാകാൻ കാരണം പുരുഷന്മാരാണോ? എന്താണ് അശ്വതിയുടെ ഒരു അഭിപ്രായം? അല്ലെങ്കിൽ പുരുഷന്മാരാൽ ഭരിക്കപ്പെടുന്ന ഒരു ലോകമാണോ ഈ ലോകത്തിന് ഇത്രമാത്രം വേദനകൾ കൊടുക്കുന്നത്? അയ്യോ, അങ്ങനെ പറഞ്ഞാൽ അതൊരു ഭയങ്കര കടുത്ത സ്റ്റേറ്റ്മെൻറ്റും വല്ലാത്ത അനീതിയും ഒക്കെ ആയി പോകും എന്നെനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ പാട്രിയാർക്കിയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴും അതെ, കാലങ്ങളായിട്ട് പാട്രിയാർക്കി ടേക്ക് ഓവർ ചെയ്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാലും എനിക്കൊരിക്കലും തോന്നുന്നില്ല പാട്രിയാർക്കി കൊണ്ടു നടക്കുന്നത് പുരുഷന്മാർ മാത്രമാണ് എന്ന് തോന്നുന്നില്ല. ഈ പാട്രിയാർക്കിയെ ഈ ഫോമിലേക്ക് എത്തിച്ചതിന് സമൂഹത്തിന് ഒന്നടങ്കം പങ്കുണ്ട്. അത് ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ജെൻഡറിലും പെട്ട ആളുകൾക്ക് പങ്കുണ്ട്. സ്ത്രീകൾക്ക് അതിനകത്ത് വലിയ പങ്കുണ്ട്. ഈ പാട്രിയാർക്കിയെ ഇങ്ങനെ പരിപോഷിപ്പിക്കാൻ നിന്നു കൊടുത്തത് സ്ത്രീകളാണ്. അതിനെ ഇന്നും ഉടച്ചു വാർക്കാൻ പറ്റാത്ത തരത്തിൽ ഇന്നും അതിനെ ഊട്ടിക്കൊണ്ടിരിക്കുന്നതും സ്ത്രീകളാണ്. അതുകൊണ്ട് പുരുഷന്മാർ തകർത്തു എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഒരു സോഷ്യൽ രീതികൾ മാറി മറിഞ്ഞൊരു സമയത്ത് ജെൻഡർ റോളുകൾ മാറിയിട്ടുണ്ട്. അപ്പോൾ വളരെ പുരുഷ മേധാവിത്വമുള്ളൊരു സിസ്റ്റം ഇവിടെ വന്നു. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാത്ത തരത്തിൽ അതിൻ്റെ ഒരു കംഫർട്ടിൽ നമ്മൾ ജീവിച്ച് ശീലമായി പോയി. ആൻഡ് ഓൾസോ ഇപ്പോഴാണെങ്കിലും നമുക്ക് അതിനെ ഏതെങ്കിലും തരത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിനെ എവിടെയാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ പോലും നമുക്കൊരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് സത്യം. ആൻഡ് ഒന്നാലോചിച്ച് കഴിഞ്ഞാൽ ഈ പാട്രിയാർക്കിയുടെ ഏറ്റവും വലിയ ദൂഷ്യഫലം അനുഭവിക്കുന്ന ഒരു വിഭാഗവും പുരുഷന്മാരാണ്. കാരണം ഇതൊരു പാട്രിയാർക്കൽ സിസ്റ്റം ആയതുകൊണ്ട് മാത്രം നിങ്ങൾ ഒറ്റയ്ക്ക് ചുമക്കേണ്ടി വരുന്ന കുറേ ഭാരങ്ങളുണ്ട്. പലപ്പോഴും പുരുഷന്മാർക്ക് ഒന്ന് വൾണറബിൾ ആവാൻ പറ്റാത്തതോ അവരുടെ ഒരു നിസ്സഹായാവസ്ഥ തുറന്നു വെക്കാൻ പറ്റാത്തതോ പോലും ഈ ഒരു സിസ്റ്റം അവരെ അങ്ങനെ മോൾഡ് ചെയ്തത് കൊണ്ടാണ് എന്ന് പേഴ്സണലി ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് പേരുടെ അനുഭവങ്ങൾ കേൾക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരു വശത്ത് ഇതിൻ്റെ പ്രിവിലേജുകളൊക്കെ അനുഭവിക്കുകയും ഇവിടെ ഭരിക്കുന്നു എന്ന് കരുതുകയും ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ഭാരം ചുമന്നിട്ട് വീണു പോകുന്ന ഒരു വലിയ മെജോറിറ്റി ഉണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് പാട്രിയാർക്കി നമ്മളെ ഭരിക്കുന്നു അല്ലെങ്കിൽ ലോകത്തെ നശിപ്പിക്കുന്നു എന്നുള്ളതല്ല,
അത് ഒന്നടങ്കം എല്ലാവരെയും ബാധിക്കുന്നുണ്ട്. അത് സ്ത്രീയെയും പുരുഷനെയും അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാ ജെൻഡറിനെയും ബാധിക്കുന്ന തരത്തിലാണ് അതിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. നിരന്തരം ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ കഥകൾ ഈ അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് എന്നോട് പറയാറുണ്ട്, അല്ലെങ്കിൽ ഇത് കേൾക്കാൻ ഇടവരുന്ന ഒരാളാണ് ഞാൻ. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു വിഷയം, ക്ലൈമാക്സ് ഇല്ലാത്ത ജീവിതം എന്ന് പറയുന്നത് എത്രത്തോളം അനിശ്ചിതത്വത്തിലൂടെയാണ് ഓരോ വ്യക്തിയും കടന്നു പോകുന്നത് എന്നുള്ളതും, ഈ ഒരു അനിശ്ചിതത്വത്തെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പേടി എന്നുള്ളതും. നമ്മുടെ ബ്രെയിനിന് അല്ലെങ്കിൽ മനുഷ്യൻ്റെ തലച്ചോറിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വേണമെന്ന് തോന്നുന്നത് ഒരു തീർപ്പാണ്, ഒരു തീർച്ചയാണ്. ഇതിങ്ങനെയാണെന്ന് അറിഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടാവും. ഈ നമ്മൾ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് നാളെ തൂക്കുകയർ എന്നുള്ളത് ഇത്ര സമയമാണ്, ഇനി അതിനൊരു മാറ്റവും ഇല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പോലും അത് കഴിഞ്ഞിട്ടുണ്ടാവുന്നൊരു ശാന്തതയുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള റിസർച്ചുകൾ നടത്തിയിട്ടുള്ള ആളുകൾ പറയുന്നുണ്ട്. ബിക്കോസ് അവർക്കറിയാം ഇതിൻ്റെ ക്ലൈമാക്സ് എന്താണ്, ഇതാണ് അവസാനം എന്നുള്ളതും ഇതിന് ഇനിയൊരു മാറ്റമില്ല എന്നുള്ളത്. അതായത് ആ ഒരു തീർച്ച എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന് ഭയങ്കര ആവശ്യമുള്ളൊരു കാര്യമാണ്. പക്ഷെ എന്നാൽ നമുക്ക് ഒരിക്കലും ഇല്ലാത്തതും അതാണ്. നാളെ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നു, ഇതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്നോ ഒരു ക്ലൂവും ഇല്ലാത്ത മനുഷ്യരാണിത്. അതുകൊണ്ട് തന്നെ അനിശ്ചിതത്വത്തോളം നമ്മളെ ഒലച്ചു കളയുന്ന വേറൊന്നും ഇല്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അറ്റ് ദ സെയിം ടൈം നമുക്ക് അതിനെ ക്യൂരിയോസിറ്റിയോട് കൂടി എന്താണ് അടുത്തത് എന്നുള്ള കൗതുകത്തോടു കൂടി അതിനെ നോക്കിക്കണ്ടു കഴിഞ്ഞാൽ വലിയൊരു വ്യത്യാസം ഉണ്ടാവും തോന്നുന്നു. നമ്മൾ അയ്യോ എനിക്ക് അതും കൂടെ അറിയണം, എനിക്ക് നാളെ എന്തായിരിക്കും എന്നുള്ളൊരു തീർപ്പുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ള നമ്മൾ റിട്ടയർമെൻറ്റ് പ്ലാനുകൾ സെറ്റ് ചെയ്ത് വെച്ച് എല്ലാം ആ ഒരു സമയത്ത് ജീവിക്കാമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരാണ്. ക്ലൈമാക്സ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ക്ലൂ ഇല്ലാത്ത, എന്നാൽ കൃത്യമായി വലിയ പ്ലാനിങ്ങുകൾ നടത്തുന്ന, വർഷങ്ങൾക്ക് വേണ്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തി വെക്കുന്ന മനുഷ്യരാണ്. അപ്പം ഞാൻ മിക്കവാറും എൻ്റെ കഥകൾ കൊണ്ട് നിർത്തുന്നത് അബ്രപ്റ്റ് ആയിട്ടുള്ള ക്ലൈമാക്സുകളിലാണ്. അപ്പോൾ എന്നോട് പിന്നെ ആൾക്കാർ വിളിച്ചു ചോദിക്കുക അവിടെ എന്താ ഉദ്ദേശിച്ചത്, അത് ശരിക്കും അവിടെ എന്താ അവസാനിച്ചത്. അപ്പം ഞാൻ പറയും എനിക്കും അറിയില്ല, ആ കഥാപാത്രങ്ങളെ ഞാൻ അവരുടെ വഴിക്ക് വിട്ടതാണ്, അവർ കണ്ടെത്തട്ടെ അവരുടെ ക്ലൈമാക്സ്. അല്ലെങ്കിൽ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളതായിക്കോട്ടെ അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയും. അപ്പോൾ എനിക്കും തോന്നാറുണ്ട്, എനിക്കൊരു കഥയ്ക്കാണെങ്കിലും ഒരു സംഭവത്തിനാണെങ്കിലും ഇതാണ് ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. ഇതായിരിക്കില്ല എന്നുള്ളൊരു തോന്നൽ എപ്പോഴും ഉള്ളത് കൊണ്ട് അവിടെ ഒരു സെമി കോളൻ ഇട്ടിട്ട് അത് തുടരട്ടെ എന്ന് വിചാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും ഇതൊരു 4:40 ആകുമ്പോഴേക്ക് ഈ ഒരു സെഷൻ കഴിഞ്ഞ് പിന്നീട് സദസ്സിൻ്റെ ചോദ്യങ്ങളാണ്. അപ്പോൾ ഓരോ ചോദ്യത്തിലൂടെ ഇവരിലൂടെ കടന്നു പോകുക. ഒരു 5 മിനിറ്റ് മാത്രമാണ് ഇതിനൊരു സമയം ഉണ്ടാവുക. അപ്പോൾ അശ്വതി പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച മാഷിലേക്ക് വരികയാണ്. ഈ അനിശ്ചിതത്വങ്ങളാണ്, അല്ലെങ്കിൽ എന്താണ് നാളെ സംഭവിക്കുക എന്നറിയായ്മയിൽ നിന്നാണ് ഈ മതങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. ഒരു അനിശ്ചിതത്വത്തിൽ നിന്ന് മറികടക്കാനുള്ള മനുഷ്യരുടെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാകാം എല്ലാ മതങ്ങളും ഉണ്ടായിട്ടുണ്ടാവുക. അപ്പം വളരെ ഡയറക്റ്റായിട്ടുള്ളൊരു ചോദ്യം, മാഷിയുടെ മനസ്സിലിപ്പോൾ ദൈവമുണ്ടോ, അല്ലെങ്കിൽ ദൈവം ഇറങ്ങിപ്പോയോ, മനുഷ്യരാണോ ദൈവമാണോ മാഷ് മനസ്സിലാക്കുന്നതിൽ എവിടെയാണ് പെശക് പറ്റിയത്? സത്യത്തിൽ മാഷിപ്പോൾ ഒരു വിശ്വാസ ജീവിതം നയിക്കുന്നുണ്ടോ? ഞാൻ ഒരു വിശ്വാസ കുടുംബത്തിൽ, അതായത് കത്തോലിക്ക പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച് വളർന്ന ആളാണ്. ഒരു കുഴപ്പവുമില്ലാതിരുന്ന എൻ്റെ തലച്ചോറിലേക്ക് എൻ്റെ മാതാപിതാക്കളും അതുപോലെ തന്നെ ബന്ധുജനങ്ങളും ഈശ്വരൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിൻ്റെ കഥകളൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളിലും കൊതിപ്പിക്കുകയും പല കാര്യങ്ങളിൽ പേടിപ്പിക്കുകയും ചെയ്ത് വളർത്തപ്പെട്ടവനാണ് ഞാൻ. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ദൈവം വിചാരിച്ചാൽ നമ്മളെ എന്തും ചെയ്യാം എന്നൊക്കെയുള്ളൊരു പേടി കൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുകയും ദൈവത്തെ ഭയന്ന്, ഒരു ദൈവഭയം എന്ന് പറയുന്നൊരു നല്ല ഗുണമായിട്ട് തന്നെ ശീലിച്ച് വളർന്നവനാണ് ഞാൻ. പക്ഷേ ഒരു 10-15 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഒരുവിധം ബോധമൊക്കെ ഉദിച്ച് തുടങ്ങിയപ്പോൾ ഈ മതം പറയുന്ന ദൈവങ്ങളിലുള്ള വിശ്വാസമൊക്കെ എൻ്റെ പോയി. സ്വർഗത്തിൽ പോകാമെന്നുള്ള വ്യാമോഹമൊക്കെ അന്ന് ഞാൻ ഉപേക്ഷിച്ചതാണ്. എവിടെ നിന്ന് വന്നോ അവിടേക്ക് തന്നെ ഞാൻ പോകും. അല്ലാതെ സ്വർഗത്തിലേക്ക് ആളുകളെ എടുക്കുന്ന ഒരു സ്ഥലം, റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു
പാളയമൊന്നുമല്ല ഈ ഭൂമിയിലെ വാസമെന്ന് അന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. എന്നാലും ഒരു സന്നിഗ്ധ ഘട്ടങ്ങളിൽ എന്തെങ്കിലും ഒരു അനിശ്ചിതത്വം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് ഭവിക്കുമ്പോൾ ഒരു തുണയായിരിക്കണം എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പോകുന്നു. മോക്ഷത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകാൻ ഉദ്ദേശമില്ല എങ്കിൽ പോലും എൻ്റെ ഒരു പരീക്ഷ എഴുതുമ്പോഴോ, അതായത് ദൈവം പാതി താൻ പാതി ദൈവം പാതി എന്നൊക്കെയുള്ള ഒരു മനോഭാവത്തിൽ അധ്വാനിക്കുക, അതിനോടൊപ്പം പ്രാർത്ഥിക്കുക എന്നൊക്കെയുള്ള ഒരു തോന്നലിൽ, അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്കൊരു ആത്മവിശ്വാസം കൂടും എന്നൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് പോകുന്നതാണ് ഞാൻ. 2021 വരെ അങ്ങനെ എൻ്റെ മനസ്സിൽ ദൈവമുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം ഞാൻ ദൈവത്തെ എൻ്റെ മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. ഈ ദൈവം പാതി ഞാൻ പാതി എന്നുള്ള ആ ചൊല്ല് വിട്ടിട്ട് ഞാൻ തന്നെ മുഴുവനും, ഈ പണ്ടൊരു പയ്യൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല എന്നൊരു തത്വത്തിലേക്കെത്തി. അതിനവിടെ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഒന്നുമില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതായത് ഞാൻ ചെയ്തതാണ് എൻ്റെ മനസ്സിൽ, എനിക്ക് തലച്ചോറിൽ, ഞാൻ എൻ്റെ ശൈശവത്തിൽ എൻ്റെ തലച്ചോറ് വളരുന്ന സമയത്ത് ബന്ധുജനങ്ങളും മാതാപിതാക്കളും മറ്റ് ഗുരുജനങ്ങളും ഞാൻ പരിചയിച്ചിട്ടുള്ള ആളുകളെല്ലാം കൂടി കുത്തി നിറച്ചിട്ടുള്ള ഈ രോഗാണുക്കൾ, ഈ ദൈവാണുക്കൾ, അതൊരു രോഗം പോലെ എന്നെ ഈ 10-60 വയസ്സ് വരെ പിന്തുടർന്നതാണ്. അതിൽ നിന്ന് ഞാൻ മോചിതനായി. അതുവരെയും എനിക്ക് ചെറിയ രോഗം, ഈ വിശ്വാസമെന്ന രോഗമുണ്ടായിരുന്നു. സാധാരണക്കാരുടേതുപോലെ അത്രയും കഠിനമായിട്ടില്ല എങ്കിൽ പോലും ചെറിയ മരുന്ന്, പ്രാർത്ഥന എന്ന മരുന്ന് ഞാനും കഴിച്ചുകൊണ്ടാണ് ഇരുന്നത്. അതിനുശേഷം 3-4-5 വർഷമായിട്ട് എൻ്റെ രോഗം പൂർണ്ണമായിട്ട് മാറുന്നതായിട്ട് എനിക്ക് ബോധ്യപ്പെടുകയും, അത് അറിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്യാവശ്യം വളരെ സന്നിഗ്ധമായ ഘട്ടങ്ങളിൽ ഞാൻ വളരെ വളരെ ബലം പിടിച്ച് പ്രാർത്ഥിക്കാതിരുന്നു. അങ്ങനെ പ്രാർത്ഥനയിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് ഞാൻ വിട്ടുപോന്നു. ഇപ്പോൾ വളരെ സ്വതന്ത്രനാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വിശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ബന്ധനമാണ്. നമ്മളെ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ബന്ധിച്ചിടുന്നതാണ്, ചങ്ങലകളിൽ ഇട്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ ഇങ്ങനെ അമിത വിശ്വാസികളെ കാണുമ്പോൾ ഒരു സഹതാപമാണുള്ളത്. മോചിതനായ ഒരാൾക്ക്, ബന്ധവിമോചിതനായ ഒരാൾക്ക് ഈ തടവിലാക്കപ്പെട്ടവരെ കാണുമ്പോൾ, ഇപ്പോഴും ബന്ധനം തുടരുന്നവരെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സഹതാപം, അതാണ് എനിക്ക് അവരോടുള്ളത്. പറ്റുന്നതും അവരെ ആ ബന്ധനത്തിൽ നിന്ന്, ഈ വിശ്വാസമെന്ന, ദൈവവിശ്വാസമെന്ന ആ രോഗാണുക്കളിൽ നിന്ന്, ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളിൽ നിന്ന് പകർന്നു കിട്ടിയ ആ വിശ്വാസ രോഗത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ആവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞും പ്രവർത്തിച്ചുമൊക്കെ ജീവിക്കുകയാണ്. അതായത് ഇത് അങ്ങനെ പെട്ടെന്ന് മാറുന്ന ഒന്നല്ല. നമ്മൾ ക്രിസ്ത്യാനികളായിട്ട് ജനിച്ചതുകൊണ്ടാണ്, ക്രിസ്ത്യൻ ഭവനത്തിൽ ജനിച്ചതുകൊണ്ടാണ് ആ ഒരു മതവിശ്വാസത്തിൽ വളരുന്നത്. ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ ജനിക്കുന്ന കുട്ടികൾ മുസ്ലിം വിശ്വാസത്തിൽ വളരുന്നു, ഹിന്ദുവിൻ്റെ വീട്ടിൽ ജനിച്ചവർ ഹിന്ദു വിശ്വാസത്തിൽ വളരുന്നു. പക്ഷേ ഇതെല്ലാം വിശ്വാസത്തിൻ്റേതായിട്ടുള്ള അണുക്കളാണ്. അത് തകർക്കണമെങ്കിൽ നമ്മൾ പണ്ട് കോവിഡ് കാലത്തൊക്കെ എടുത്ത ഒരു മുദ്രാവാക്യം ഉണ്ടല്ലോ, ബ്രേക്ക് ദ ചെയിൻ. നമ്മുടെ കുട്ടികളെ, അല്ലെങ്കിൽ വരാനിരിക്കുന്ന തലമുറകളുടെ കുട്ടികളെ ഇതുപോലുള്ള അബദ്ധജടിലങ്ങളായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങൾ അടിച്ചേൽപ്പിക്കാതെ അവരെ സ്വതന്ത്രനായിട്ട് ജീവിക്കാൻ അനുവദിക്കണം. അങ്ങനെ സ്വാതന്ത്ര്യമുള്ള, അല്ലെങ്കിൽ വരുംകാലത്ത് നല്ല കുട്ടികൾ ഈ വിശ്വത്തിൻ്റെ തന്നെ പ്രതീക്ഷയായിട്ട് വളരേണ്ട കുട്ടികൾ അങ്ങനെയുള്ളവരാണ്. അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്ന് ഈ വിശ്വത്തിലുള്ള എല്ലാ മനുഷ്യരെയും ഒരുപോലെ സഹോദരന്മാരായിട്ട് കാണുന്ന ഒരു മാനവികതയിലേക്ക് നാം തിരിച്ചു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായും അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം എത്ര ആർജവത്തോടെ സംസാരിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. പക്ഷേ അവിടെ നോക്കുമ്പോൾ വേറൊരു തരത്തിൽ വടക്കേ മലബാർ എന്ന് പറയുന്നത് തെയ്യങ്ങളുടെയും തിറകളുടെയും ക്ഷേത്രകലകളുടെയും ഒക്കെ ഒരു നാടാണ്. ഈ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ജീവിതം ഏറ്റവും നേരിട്ടറിയുന്ന മനുഷ്യർ, അവരുടെ ആ ഒരു ദുഃഖങ്ങളിലേക്ക് പങ്കുചേർന്ന ഒരാൾ എന്നുള്ള നിലയിൽ അവർക്കിടയിലുള്ള എഴുത്ത്, വായന, സാഹിത്യം, അല്ലെങ്കിൽ മലബാറിലാണ് ഏറ്റവും കൂടുതൽ എഴുത്തുകാരുണ്ടായിട്ടുള്ളത്.
ഇവരൊക്കെ ഇവരെ കൈയൊഴിഞ്ഞോ? നമ്മുടെ രാഷ്ട്രീയക്കാർ ഇവരെ കൈയൊഴിഞ്ഞോ? എന്താണ് ഇപ്പോഴത്തെ അവിടെയുള്ള അവസ്ഥ? നമ്മുടെ എല്ലാ ഉത്സവങ്ങളും നടക്കുന്നു, നമ്മുടെ എല്ലാ ആഘോഷങ്ങളും നടക്കുന്നു. വാസ്തവത്തിൽ ഇന്നത്തെ ഒരവസ്ഥ അവിടെ എന്താണ്? എൻഡോസൾഫാൻ തളിക്കുന്നത് നിർത്തിയിട്ട് 10-25 വർഷം കഴിഞ്ഞു. 10 വർഷം കഴിഞ്ഞിട്ട്, തളിക്കുന്നത് നിർത്തിയിട്ട് 10 വർഷം കഴിഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു സയൻറ്റിസ്റ്റുകളുടെ ടീം അവിടെ വന്നിട്ട് പരിശോധന നടത്തിയപ്പോൾ വെള്ളത്തിലും വായുവിലും മറ്റും അപകടകരമായ നിലയിൽ അപ്പോഴും എൻഡോസൾഫാൻ ഉണ്ട് എന്ന് ആധികാരികമായി അവർ പഠിച്ചെടുക്കുകയുണ്ടായിട്ടുണ്ട്. ഇപ്പോഴ് ജനിക്കുന്ന കുട്ടികളിൽ രോഗികളുടെ എണ്ണം കുറവാണ്, വളരെ കുറവാണ് എന്ന് തന്നെ പറയാം. പക്ഷേ നിലവിൽ ആയിരക്കണക്കിന് കുട്ടികളും പ്രായമായവരും ഈ ഒരു വിഭാഗത്തിലുണ്ട്. അവർക്ക് വേണ്ടത്ര ചികിത്സ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ട്, വിദഗ്ധ ചികിത്സ കിട്ടാത്ത സാഹചര്യം. ഞങ്ങൾ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണത്. വിദഗ്ധ ചികിത്സ കിട്ടാതെ അതിന് വേണ്ടിയിട്ട് ദൂരദേശങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ പകുതി വഴിയിൽ വെച്ചിട്ട് മരണപ്പെട്ടു പോയ എത്രയോ കുട്ടികളെ ഞങ്ങൾക്ക് നേരിട്ട് അറിയാം. അത്തരം ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പോൾ മുത്തക്ക എന്ന് പറയുന്ന സ്ത്രീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. കഴിഞ്ഞ മാസം ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയിരുന്നു. എനിക്ക് 2.5 മണിക്കൂർ കാർ ഓടിച്ചാൽ മാത്രമേ എന്മകജയിലുള്ള അവരുടെ വീട്ടിലെത്താൻ പറ്റൂ, അടുത്തൊന്നുമല്ല. അവരുടെ ബ്ലഡിൽ 1000 മടങ്ങ് എൻഡോസൾഫാൻ ഉണ്ടായിരുന്നൊരു സ്ത്രീയാണ്. അവർ അത്ഭുതം പോലെ എപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ 4 മക്കളും, അതിൽ 2 പേര് മരണപ്പെട്ടു, 2 പേര് വളരെ ഗുരുതരമായ നിലയിൽ ചികിത്സകളൊന്നും കിട്ടാതെ ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും അവിടെ ബാക്കിയുണ്ട്. ഈ പറയുന്നത് പോലെ ഉത്തര കേരളം എന്ന് പറയുന്നത് ഒരു നാട്ടുകലകളുടെ ഒരു കേദാരമാണ് എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. നാട്ടുഭാഷകളുടെ സമൃദ്ധി ഇത്രത്തോളം ഉള്ളൊരു സ്ഥലം വേറെയില്ല എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ ഒരു ദുരിതം നടക്കുമ്പോൾ ഈ നാട്ടുകാർ വിചാരിച്ചത് അവിടെയുള്ള ജടാധാരി എന്ന് പറയുന്നൊരു തെയ്യത്തിൻ്റെ ശാപം കൊണ്ടാണ് അവിടെയുള്ള ആളുകൾക്ക് രോഗം വരുന്നത് എന്നാണ് ആളുകളൊക്കെ ഒരുപാട് കാലം കരുതിയിരുന്നത്. പിന്നീടാണ് യാഥാർത്ഥ്യം ബോധ്യപ്പെടുകയും ഇതിനെതിരെയുള്ള സമരങ്ങൾ തുടങ്ങുകയും ഒക്കെ ചെയ്യുന്നത്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, സമയത്തിൻ്റെ ഒരു വിഷയമുണ്ട്. അത് പറയാൻ തുടങ്ങിയാൽ മണിക്കൂറുകൾ തന്നെ വേണ്ടി വരും. അപ്പോൾ എന്തായാലും അവിടെയുള്ള ഇപ്പോഴും രോഗബാധിതരായ ആളുകൾക്ക് വിദഗ്ധ ചികിത്സ കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് മാത്രം ഞാൻ ചുരുക്കി പറയാം. നമുക്കിത് അശ്വതിയിൽ അവസാനിപ്പിക്കാം അല്ലേ? ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ ഒരുപാട് പേര് പല രീതികളിൽ സംസാരിക്കുന്നുണ്ട്, പല രീതികളിൽ അവരെ സർഗാത്മകമായിട്ട് കുറേ ആശയങ്ങൾ പങ്കുവെക്കാറുണ്ട് അശ്വതി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കാലത്ത് ഈ ഒരു തലമുറ കൂടുതലായി ആശങ്കപ്പെടുന്നത്, അല്ലെങ്കിൽ അവരേത് കാര്യത്തെക്കുറിച്ചാണ് കൂടുതൽ ഇങ്ങനെ ആശങ്കയോടെ സംസാരിക്കുന്നത്? ഏത് രീതിയിലുള്ള ഒരു ചേർത്തുപിടിക്കലിനാണ് അവരാഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ തലമുറ എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്കൊന്ന് ഇപ്പോൾ ജെൻസി കുട്ടികൾ എന്ന് നമ്മൾ പറയുന്ന ആളുകളെ കുറിച്ചാണ് ചോദിക്കുന്നതെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള തരത്തിലുള്ള ഒരു പേരൻറ്റിങ് കിട്ടി വന്നിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ ഈ ജെൻസി എന്ന് പറയുന്ന ആളുകളുടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ജെൻ ആൽഫ എന്ന് നമ്മൾ വിളിക്കുന്ന 2012 തൊട്ട് ഇങ്ങോട്ടേക്ക് ജനിച്ചിട്ടുള്ള കുട്ടികളുടെയൊക്കെ പേരൻസ് ആയിട്ടുള്ള നമ്മൾ ഒരു പരമ്പരാഗതമായിട്ടുള്ളൊരു പേരൻറ്റിങ് രീതികളൊക്കെ പിന്തുടർന്ന് വന്നിട്ടുള്ള ആളുകളാണ്. അപ്പം നമ്മുടെ കുട്ടികളെ പ്രിപ്പയർ ചെയ്യിപ്പിച്ചത്, അല്ലെങ്കിൽ നമ്മളെപ്പോലും നമ്മുടെ പേരൻസ് പ്രിപ്പയർ ചെയ്യിപ്പിച്ചത് അവർ കണ്ടിട്ടുള്ള, അവർക്ക് പരിചയമുള്ള, അല്ലെങ്കിൽ എന്തൊക്കെ ഇവിടെ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അവരുടെ അന്നത്തെ ഒരു ദീർഘവീക്ഷണത്തിൽ നിന്നിട്ടുള്ള പേരൻറ്റിംഗ് ഒക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ലോകം ഒരു സ്വിച്ചിട്ട പോലെ മാറിപ്പോയി കളഞ്ഞു. അതായത് നമ്മളെ വളർത്തിയവർക്ക് പോലും നമ്മൾ എന്ത് തരത്തിലുള്ളൊരു ലോകത്തിലാണ് ഇനി ജീവിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് അവരൊരു ക്ലൂ അവർക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയധികം ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്ന, നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തത്ര മാറ്റങ്ങളുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കേണ്ടി വരാമെന്നുള്ളത് നമ്മുടെ പേരൻസ് അന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ജെൻസിയിലുള്ള കുട്ടികളെ ആണെങ്കിലും വളർത്തുന്ന സമയത്ത് പേരൻസ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഇവരേത് തരത്തിലുള്ള ലോകത്തേക്കാണ് പോകുന്നത്, ഇവരെ എങ്ങനെയാണ് ഞങ്ങൾ ഒരുക്കേണ്ടത് എന്നുള്ളത് അവർക്കും വലിയ ക്ലൂ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള പാറ്റേണുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇവരെയും മോൾഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ നമ്മൾ മോൾഡ് ചെയ്ത് വിട്ടതുപോലെ അല്ല അവർക്ക് ജീവിക്കേണ്ടി വരുന്നത്. ലോകത്ത് അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അവർ ഗ്ലോബൽ പേഴ്സ്പെക്റ്റീവുകൾ കാണുന്ന കുട്ടികളാണ്.
നമ്മുടെ വാല്യൂ സിസ്റ്റം തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം ഈ ഒരു 10-20 വർഷത്തിനിടയ്ക്ക് എത്രത്തോളം മാറിപ്പോയിട്ടുണ്ട്. നമ്മൾ ലോകത്തെ കാണുന്ന രീതികൾ, നമ്മൾ പണ്ട് നമ്മളുടെ ഇതെന്ന് കരുതിയിരുന്ന നമ്മുടെ മോറൽ വാല്യൂസ് ഒക്കെയും ഭയങ്കര മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഈ കുട്ടികൾ സത്യത്തിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം പലപ്പോഴും അവർക്ക് അവരുടെ പേരൻസിൻ്റെ ജനറേഷനുമായിട്ട് കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവരുടെ മൂല്യബോധം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അവരോടൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പ്രശ്നമുണ്ട്. അവർ പലപ്പോഴും പഴയ സിസ്റ്റത്തിലേക്ക്, അല്ലെങ്കിൽ പഴയതായിരുന്നു നല്ലത്. നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു ചിന്തയുണ്ടല്ലോ, ദി ഗുഡ് ഓൾഡ് ഡേയ്സ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ, പണ്ടായിരുന്നു നല്ലതെന്ന് എല്ലാ തലമുറയ്ക്കും തോന്നുന്ന പോലെ നമ്മളും അങ്ങനെ പേരൻറ്റിങ്ങിലാണെങ്കിലും നമ്മുടേതുപോലെ എന്നുള്ളൊരു തിരിച്ച് വലി എപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ അത് മിക്കപ്പോഴും കുട്ടികൾക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. കാരണം അവർ ജീവിക്കുന്ന, കാണുന്ന, ഇടപെടുന്ന ആളുകളും ലോകവും ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. അവർക്ക് സെറ്റ് എക്സാമ്പിൾസ് ഒന്നുമില്ല, മോഡലുകളൊന്നും ഇല്ലാതെ ജീവിക്കുന്നതിൻ്റെ പ്രശ്നം അവർ നേരിടുന്നുണ്ട്. അപ്പോൾ വളരെയധികം മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് ആയിക്കോട്ടെ, ഇമോഷണൽ വെൽബീയിങ്ങിനെ കുറിച്ച് നല്ല ധാരണയുള്ള കുട്ടികളാണ്. പക്ഷേ അതിനും കൃത്യമായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിന് അവരെ ഗൈഡ് ചെയ്യാൻ അവർക്ക് തൊട്ട് മുന്നത്തെ തലമുറയ്ക്ക് പലപ്പോഴും പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നുന്നൊരു കാര്യം, അവർക്ക് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഹോൾഡ് ചെയ്യാനും ആളുകളില്ലാതെ പോകുന്നു എന്നുള്ളത്. കാരണം നമ്മുടെ അടുത്തേക്ക് എപ്പോഴും വരുമ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യും, ഈ തലമുറ എങ്ങനെയാണ് എന്നുള്ള തരത്തിൽ അവരെ വളരെയധികം ജഡ്ജ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്ന് ഡീപ്പായിട്ട് നോക്കിയാൽ നമ്മളെപ്പോഴും പറയും ഇവരിപ്പോൾ എമ്പതി ഇല്ലാത്ത കുട്ടികളാണ്, കരുണയില്ലാത്ത ആളുകളാണെന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല. എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഇൻ്ററാക്ഷനിൽ എപ്പോഴും തോന്നിയിട്ടുള്ളത് വളരെ എമ്പതിയുള്ള, വിശാലമായിട്ട് ലോകത്തെ കാണുന്ന, ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ അതിർത്തികളുടെ ഒന്നും ലിമിറ്റിൽ നിൽക്കാതെ ഒരു ഗ്ലോബൽ പേഴ്സ്പെക്റ്റീവിൽ ചിന്തിക്കാൻ കഴിവുള്ള കുട്ടികളാണ്. അവർക്ക് റൈറ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ കാണിച്ചു കൊടുക്കാൻ പറ്റാത്തതും, കൃത്യമായിട്ട് അവർക്ക് വേണ്ട സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതും അതിന് തൊട്ട് മുന്നത്തെ ഒരു തലമുറയുടെ പ്രശ്നമാണ് അവരിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. പക്ഷേ അതവർ ഗെറ്റ് ഓവർ ചെയ്യും. ഈ 3 പേരും ഹൃദയത്തിൻ്റെ ചൂട് അനുഭവപ്പെടുത്തുന്ന ഭാഷയിൽ അവരുടെ അനുഭവങ്ങൾ എഴുതുകയും നമ്മോടിപ്പോൾ പറയുകയും ചെയ്തു. ഒരു പക്ഷേ ചങ്ങാത്തത്തിൻ്റെ ഒരു ജനാധിപത്യ ലോകത്തിലൂടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ലോകത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമുക്ക് മുന്നിലിനി ചെയ്യാവുന്ന ഒരു കാര്യം. ആർ രാമചന്ദ്രൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു കവിതയിലെ 3 വരികൾ പറഞ്ഞുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി സദസ്സിനുള്ള ചോദ്യങ്ങളാണ്. ആ രാമചന്ദ്രൻ്റെ വരികൾ: ഒന്ന് പോയി വാതിൽ തുറക്കൂ, പുറത്ത് ഇറ്റിറ്റ് വീഴുന്ന ഇരുട്ടാണെങ്കിലും, ഊളൻ കാറ്റു മാത്രമാണെങ്കിലും, ഒന്നുമില്ലെങ്കിലും ഒന്ന് പോയി വാതിൽ തുറക്കൂ, ഒരു നേരിയ കുളിരെങ്കിലും ഉണ്ടാകും തീർച്ച. ഒരു പക്ഷേ ഏറ്റവും ഇരുണ്ട കാലത്ത് പോലും, വെറുപ്പുൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും ഹിംസ നിറഞ്ഞ കാലത്ത് പോലും ചങ്ങാത്തത്തിൻ്റെ ഒരു ജനാധിപത്യ ലോകം ഒരു വെളിച്ചമായി, ഒരു തീർച്ചയായി, ഒരു കുളിരായി നമ്മെ മുന്നോട്ട് നയിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം പരസ്പരം പങ്കുവെച്ചുകൊണ്ട് ഈ സെഷൻ തുടരാൻ നിങ്ങളിലേക്ക് മൈക്കുമായിട്ട് ഇതിൻ്റെ സംഘാടകർ വരും. ഇങ്ങനെയൊരു അവസരം ഒരുക്കിയ മനോരമയുടെ ഹോർത്തൂസിന് എല്ലാ അഭിവാദ്യങ്ങളും. നന്ദി. ജോസഫ് സാറിൻ്റെ ഇതിനു മുമ്പ് ഞാൻ സ്പീച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ജോസഫ് സാർ ചുമ്മാ ഇരിക്കുന്ന ദൈവം അവിടെ ഇരുന്നോട്ടെ സാർ. ഈ മതമുണ്ടല്ലോ, മതം എന്താ പ്രാന്ത് കയറിയ ചില ആൾക്കാർ കാണിച്ചുകൊണ്ട് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്ന ചില ക്രൂരതകളുടെ ഒരു ഇരയാണ് താങ്കൾ. അതുകൊണ്ട് ദൈവത്തെ നമുക്കങ്ങ് വിട്ടേക്കാം. പിന്നെ അംബികാസൂദൻ മങ്ങാട് സാറിനോട് ചോദിക്കാനുണ്ട് സാർ, ഈ കാസർഗോഡ് ഇങ്ങനെ സംഭവിച്ചെന്ന് പറയുന്നു, അത് എൻഡോസൾഫാൻ കൊണ്ട്. പക്ഷേ ഞാൻ ചില ആർട്ടിക്കിൾ മാതൃഭൂമിയിലും മറ്റും വായിച്ച പല ആർട്ടിക്കിളിലും, മാതൃഭൂമി മാത്രമല്ല പലയിടത്തും വായിച്ച ആർട്ടിക്കിളിൽ നിന്ന് ഞാൻ ഒന്ന് മനസ്സിലാക്കുന്നത്, അങ്ങനെയെങ്കിൽ ഈ കാസർഗോഡ് നമ്മുടെ കശുമാവിനാണല്ലോ ഇത് തളിച്ചത് മെയിനായിട്ട്. അവിടെ തളിച്ച എല്ലാവർക്കും ഇത് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് ചിലർ പറയുന്നു. ഒന്ന്. രണ്ടാമത് ഇതുപോലെ തന്നെ കായംകുളത്ത് അറിയാമല്ലോ, കായംകുളത്ത് നമ്മുടെ കരിമണലെടുക്കുന്ന ആ പ്രദേശത്താണേലും ചിലർക്ക് ഇങ്ങനെ ഇതിൻ്റെ ക്യാൻസർ ബാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഇത് എല്ലാവരെയും ബാധിക്കുന്നതാണ്. എനിക്ക് അറിഞ്ഞുകൂടായിട്ട് ചോദിക്കുകയാണ്, ഇത് അങ്ങനെ സംഭവിക്കുന്നെങ്കിൽ, ഇതൊരു വാദത്തിന് വേണ്ടി പറയല്ല, ഒരു സംശയം തീർക്കാൻ പറയുക. പലരും ഇങ്ങനെ പറയാറുണ്ട്, അങ്ങനെയെങ്കിൽ എല്ലാവരെയും ആ ഭാഗത്ത് മുഴുവൻ ഉള്ളവരെ ബാധിക്കണമല്ലോ. ഇത് ചിലരെ മാത്രമായിട്ടാണല്ലോ ബാധിച്ചത്. അത് പിന്നെ വേറെ ചിലർ ഇതിൽ നിന്ന് മുതലെടുപ്പ് നടത്തുക എന്ന് പറയുന്നു. ഇപ്പോൾ കായംകുളത്താണേലും അതെ, എല്ലാവരെയും ഒന്നും ഈ ക്യാൻസർ അറിയാം, ഞാൻ എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയും കൂടെയാണ്, ബാധിക്കുന്നില്ല. അപ്പോൾ ഇതിനൊന്ന് എക്സ്പ്ലനേഷൻ തന്നിരുന്നെങ്കിൽ നന്നായി. താങ്ക് യു വെരി മച്ച്. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവർ സ്വയം
പരിചയപ്പെടുത്തുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. എൻ്റെ പേര് പറഞ്ഞേക്കാം, ARK കർത്ത ഇടപ്പള്ളി. ഓക്കെ, താങ്ക് യു. കാസർഗോഡിന് തൊട്ടടുത്ത് കർണാടക സംസ്ഥാനത്തിൽ ഉടുപ്പി തൊട്ട് ഇങ്ങോട്ടുള്ള 300 വില്ലേജിൽ ഇതേ കാലത്ത് എൻഡോസൾഫാൻ കശുമാവിൻ തോട്ടത്തിൽ തളിച്ചിട്ടുണ്ട് എന്നും ആയിരക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നും അവിടെ ഇപ്പോഴും 7000 പേർക്ക് തല വളരുന്ന കൈകാലുകളില്ലാത്ത വിചിത്രമായ ഉടലുകളുള്ള 7000-ഓളം പേർക്ക് ഇപ്പോഴും പെൻഷൻ കൊടുക്കുന്നുണ്ട് എന്നും ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയാവോ? ഇല്ല. കാസർഗോഡിൻ്റെ പ്രശ്നം അറിയാം. അതുപോലെ വളരെ അതെ 1-2 പേർക്ക് അറിയാം, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതുപോലെ എല്ലാ ഭാഗത്തും ഈ എൻഡോസൾഫാൻ തളിച്ച സ്ഥലങ്ങളിലൊക്കെ വിപത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ 120ഓളം രാജ്യങ്ങൾ ഇത് വേണ്ട എന്ന് വെച്ചത്. ഇന്ത്യ മാത്രമാണ് ഇത് ശക്തമായിട്ട് വാദിച്ചത്. ഇന്ത്യ സർക്കാർ ഉൽപ്പാദിപ്പിച്ച എൻഡോസൾഫാൻ തളിച്ചത് കേരളത്തിൽ മാറി മാറി വന്ന 2 ഭരണകൂടങ്ങളാണ്. അതുകൊണ്ട് ഉത്തരവാദിത്തം ഏൽക്കാനോ ഇതുപോലൊരു ദുരന്തം ഉണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിക്കാനോ ഭരണകൂടങ്ങൾക്ക് വലിയ കാർഷിക സർവകലാശാലയും പിന്നെ അതുപോലെ കാസർഗോട്ടെ തോട്ടം ഗവേഷണ കേന്ദ്രവും കൂടിയിട്ടാണ് ശുപാർശ ചെയ്തത്. അപ്പോൾ ഇത് വിഷമല്ല എന്ന് പറയാൻ എത്രയോ ആളുകൾ കാണും. പക്ഷേ ഈ വിഷം കാസർഗോഡ് മാത്രമല്ല, പച്ചക്കറികളിലൂടെയും മറ്റും എല്ലാ മനുഷ്യരും, മെന്മഗജ എന്നുള്ളത് ഒരു ഗ്രാമത്തിൻ്റെ പേരല്ല, ലോകത്തിലുള്ള എല്ലാ ഗ്രാമങ്ങളുടെയും പേരാണ്. നമ്മൾ അറിയുന്നില്ല നമ്മൾ കഴിക്കുന്ന ധാന്യങ്ങളിലും പച്ചക്കറികളിലൊക്കെ എത്രമാത്രം രാസകീടനാശിനികൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. എൻഡോസൾഫാൻ വിഷമല്ല എന്ന് ഇപ്പോഴും പറയുന്ന മനുഷ്യരോട് 10-15 കൊല്ലം മുമ്പ് ഉടുപ്പി കർണാടകത്തിലും കേരളത്തിലും റിസർച്ച് ചെയ്തിട്ടുള്ള മംഗലാപുരം മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിലെ പിന്നെ പ്രൊഫസർ ഡോക്ടർ ഷാൻബോഗിൻ്റെ ഒരു അഭ്യർത്ഥനയുണ്ട്. താങ്കൾ എൻ്റെ ക്ലിനിക്കിലേക്ക് വരൂ, 1 ഔൺസ് എൻഡോസൾഫാൻ തരാം, വിഷമല്ലല്ലോ, കുടിച്ചിട്ട് താമസിയാതെ അതിൻ്റെ ഫലമുണ്ടായിക്കൊള്ളും എന്ന് അദ്ദേഹം വെല്ലുവിളിച്ചിട്ടുണ്ട്. പക്ഷെ ഒരാളും എൻഡോസൾഫാനെ ന്യായീകരിക്കുന്ന ഒരാളും ഷാൻബോഗിൻ്റെ ക്ലിനിക്കിലേക്ക് ഇന്നുവരെ പോയിട്ടില്ല. നമുക്ക് ന്യായീകരിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഇത് അനുഭവിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്കതിനെ അവിടെ വെച്ചിട്ട് ന്യായീകരിക്കാൻ പറ്റില്ല. അങ്ങനെ 25 കൊല്ലമായിട്ട് എൻഡോസൾഫാൻ ബാധിച്ച 11-ലധികം ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച, അവരുടെ നിരന്തരം സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള, സത്യാഗ്രഹങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള, പലതവണ ഹൈവേ പിക്കറ്റ് ചെയ്തതിന് കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ, ഈ അമ്മമാരുടെ നിലവിളികൾക്ക് നടുക്ക് നിന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്കതിനെയൊന്നും ന്യായീകരിക്കാൻ പറ്റില്ല. ഇവിടെ എനിക്കൊരു കേട്ടതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ താല്പര്യപ്പെടുന്നു. പറഞ്ഞതനുസരിച്ച് എൻ്റെ പേര് ഡോക്ടർ AJ എബ്രഹാം, PhD ഡീലിറ്റ്, 100-ൽ പരം പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പല അവാർഡുകളും ഭാരത സർക്കാരിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. എന്നാൽ എനിക്കിവിടെ കേട്ട ഒരു വലിയ രഹസ്യം, എന്തുകൊണ്ടോ എൻ്റെ പ്രായക്കൂടുതൽ കൊണ്ടായിരിക്കും നിങ്ങളെ ശരിയായിട്ട് മുഖം കാണുന്നില്ല. കാണാതിരുന്നത് നന്നായി. ഒന്ന് ലൈറ്റിട്ട് കണ്ടിരുന്നെങ്കിൽ സഹോദരങ്ങളെ, മലയാള സാഹിത്യകാരന്മാരും നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നൊന്ന് കാണണം. മറുപടിയൂടെ എനിക്ക് പറയണം. വിശേഷിച്ചൊന്നുകൂടെ പറയട്ടെ. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ 38 വയസ്സായി, അമേരിക്കയിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പരസ്യം ചെയ്തു. പല പെൺകുട്ടികളും കോണ്ടാക്റ്റ് ചെയ്തു. ഒടുവിൽ അവരുടെ ഒരാഗ്രഹം, ഒരു വ്യവസ്ഥിതി, കല്യാണമൊക്കെ കഴിക്കാം, പക്ഷേ ഞാൻ ലഹരി ഉപയോഗിക്കും, എനിക്ക് തോന്നിയ പുരുഷൻ്റെ കൂടെയൊക്കെ പോയി താമസിക്കും. ഇത് സമ്മതിക്കാമെന്ന് വരികിൽ നമുക്ക് തമ്മിൽ കാണാം. ആ ചെറുക്കന് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അല്ലയോ സഹോദരങ്ങളെ, ഒരു സാഹിത്യകാരനായ ഞാൻ മലയാളവും എഴുതിയിട്ടുണ്ട്, ഹിന്ദി എഴുതിയിട്ടുണ്ട്, സംസ്കൃതം എഴുതിയിട്ടുണ്ട്. ഒരു 10-16 ഭാഷകളിൽ പബ്ലിഷ് ചെയ്ത് കൃതികളുണ്ട് ഇന്ത്യയിൽ. ഭാരത സർക്കാരിൻ്റെ പാർലമെൻറ്റ് ഹൈപ്പവർ കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ 3 കമ്മിറ്റി, ഇപ്പോൾ സാഹിത്യ കമ്മിറ്റികളിലൊക്കെ വർക്ക് ചെയ്യുന്നു. പക്ഷേ എനിക്ക് മലയാള മനോരമയോടൊരു പരാതിയുണ്ട്. ബാലേന സഖ്യത്തിൽ ദൈവമുണ്ടെന്നും പറഞ്ഞ് ഞങ്ങളെക്കൊണ്ട് മനോരമ ബാലേന സഖ്യം നടത്തി തന്നേച്ച് ഇപ്പോഴും കേട്ട
എന്തായാലും ചോദ്യം ഒന്ന് Thank you. കുറച്ച് ചുരുക്കിയാൽ നന്നായിരുന്നു. സമയമായിപ്പോയി, അടുത്ത സെഷൻ തുടങ്ങേണ്ടതായി. ഞാൻ നിങ്ങളെക്കുറിച്ച് കാണാൻ വളരെ താല്പര്യപ്പെടുന്നു. കണ്ട് സന്തോഷിക്കാം. ദൈവം ഇല്ല എന്ന് ആർക്കും തീരുമാനിക്കാം, പോലെ ജീവിക്കാം. പക്ഷേ ഞാൻ ഉച്ചൈസ്തരം വിളിച്ചു പറയുന്നു, എനിക്ക് ദൈവമുണ്ട്, എൻ്റെ ദൈവം എന്നോട് കൂടെ വസിക്കുന്നു, എവിടെയും എൻ്റെ ദൈവം എന്നെ പരിപാലിക്കുന്നു. 81 വയസ്സുള്ള ഞാൻ പറയുന്നു, സഹോദരന്മാരെ, മക്കളുടെ പ്രായക്കാരെ, തിരിഞ്ഞ് ചിന്തിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പാം. താങ്ക് യു. ഹലോ, ഹലോ, അതിന് ഒരു മറുപടി പറയട്ടെ. ദൈവമുണ്ട് എന്ന് ദൈവവിശ്വാസികൾക്കും ദൈവമില്ല എന്ന് ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്കും പറയാനുള്ള ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇന്ത്യ. അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വസിക്കാം, ദൈവമില്ല എന്ന് വിശ്വസിക്കാത്തവർക്ക്, ദൈവത്തിൽ വിശ്വസിക്കാതെയും ജീവിക്കാം. അതാണ് അതിൻ്റെ ഒരു ഉത്തരം. പെട്ടെന്ന് ഒന്ന് നമ്മുടെ സെഷൻ്റെ സമയമായി. ഐ ആം ജോസ് ചെതലൻ, ജോച്ചെ ഫ്രം ചാലക്കുടി. എനിക്ക് 70 വയസ്സ് കഴിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. 70 വയസ്സ് കഴിഞ്ഞ വ്യക്തിയാണ്. കഴിഞ്ഞ 12 വർഷമായി എനിക്ക് ഒരു മതത്തിലും വിശ്വാസമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വാസമില്ല. അതുകൊണ്ട് ഞാൻ ഫ്രീ ആയിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ള സ്ഥലത്ത് പോവാം, ഇഷ്ടമുള്ള ഡ്രസ്സ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ നടക്കാം. ഐ എം എ ഫ്രീ ബേർഡ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിങ്ങളുടെ കഴിവുകൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ പുറത്തെടുക്കുക. ഇന്ന് ഈ ലോകം ഇതിൻ്റെ 4 ഇരട്ടി പുരോഗമിച്ചവന് നമ്മൾ മതങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും അടിമയാവാതെ ജീവിച്ചാൽ നിങ്ങൾക്കത് സാധിക്കും ഞാൻ പറയുന്നു. എന്തായാലും ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും അവരവരുടെ വാക്കുകൾ തുറന്നു പറഞ്ഞു. എല്ലാവർക്കും നന്ദി.